അച്ഛന്റെ ഫോണിൽ ചാർജ് ചെയ്യും. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ അച്ഛന്റെ ഫോണൊന്നും എടുത്ത് കളിക്കരുതെന്ന്? അവിടെ ചെന്നൂരാകെ വെയിറ്റ് ചെയ്യാം. ഞാൻ പോവാ. ആ പാലെടുത്ത് കുടിച്ചിട്ട് പോ. ഇന്നത്തെ ചാർജിലിട്ടോ. അമ്പലത്തിൽ പരിപാടിക്കാ, ഗ്രൂപ്പ് ഡാൻസാ. അമ്മ പോണേ. എന്താ മോളുടെ പേര്? പാർവതി കൃഷ്ണ. എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ? 3rd B. നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്താ? നാഗവല്ലിയാണോ? ചെലപ്പോ. ആഹാ, എന്നാ മോളെ മണിച്ചിത്രത്താഴിലെ ഡയലോഗ് എന്ന് പറഞ്ഞേ. എടാ എന്തായാലും മറ്റേ ഡയലോഗ് ഏത്? എടാ ശോഭന മറ്റേ കട്ടിലൊക്കെ പിടിച്ച് പോയിട്ടുള്ള ഡയലോഗല്ലേ? ഇന്നേക്ക് ദുർഗാഷ്ടമി. മോളൊന്ന് കാണിച്ചേ, നല്ല രസമായിരിക്കും. പിന്നെ ഒരു ദിവസം കാണിക്കാന്ന് പറ. ഇന്നിപ്പോ അമ്പലത്തിലൊക്കെ പോകേണ്ട സമയമായില്ലേ? പിന്നെ ഒരു ദിവസം കാണിക്കാം. ഒരു മിനിറ്റ്. അമ്മ അങ്ങനെയൊക്കെ പറയും. മോള് കാണിച്ചേ പ്ലീസ്. പിന്നെ ഒരു ദിവസം ചെയ്യാം. പിന്നെ ഒരു ദിവസം വേണ്ട, ഇപ്പം കാണിക്കണം. ഒരു മിനിറ്റല്ലേ എടുക്കുള്ളൂ. പ്ലീസ് 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 കാണിക്കേ. എന്താ മോളെ ഇത്? ഞാൻ എത്ര പ്ലീസ് പറഞ്ഞു? ഒന്ന് കാണിക്കേ. ഇല്ല അങ്കള്. ഒരൊറ്റ പ്രാവശ്യം പ്ലീസ്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നീ കാണിച്ചിട്ട് പോയാൽ മതി. ഇപ്പോഴാണ് നീ ശരിക്കും നാഗവല്ലിയായത്. ഇനി കാണിക്കും. കാണിക്കടി കാണിക്കടി. എന്തേ കാട്ടണേ? മോളെ വിട്. എന്തുപറ്റി? പേടിച്ചോയോ? ഡയലോഗ് തെറ്റൊന്നും കാണിച്ചിട്ടാണോ? ഒന്നും കുഴപ്പമൊന്നുമില്ല. അങ്കിളോടെ ചെയ്ത് കാണിച്ചു തരാം. അതുപോലെ ചെയ്താൽ മതി. ഓക്കെ, ചെയ്ത് കാണിച്ചിട്ടെ. അടച്ചിരിപ്പിക്കരുത്. മുതലാളി, ഇവിടെ ഒരു കാര്യം ചെയ്തോണ്ടിരിക്കല്ലേ? നീ വെയിറ്റ്. നീ കാണിക്കണേ. കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ അവർ നിന്നോട് എന്താണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? ഇനി കോടതിയുടെ പരിസരത്ത് കണ്ട നിന്റെ മുട്ടുകാലും തല്ലി പൊട്ടിക്കുന്നു അല്ലേ? വക്കീലത് തമാശയാണെന്ന് വിചാരിച്ചേ? നല്ല ഫിറ്റായിരുന്നു സാറേ. ഇതല്ലാതെ ഓരെനിക്ക് വലിയ പരിചയമില്ല. പിറ്റേന്ന് വെളുപ്പിന് ഞാനിങ്ങ് പോന്നു. അവന്മാരുടെ പേരെന്താന്ന് പറഞ്ഞേ? സുധി മറഡോണ. ഹലോ
ശ്രീയേട്ടാ എവിടെ എത്തി? ഷിംലയാടാ. ആ ഇനി അവിടെ നിന്ന് നേരെ മണ്ണാലിക്കല്ലേ? അതെ. എന്താ പരിപാടി? കാലൊക്കെ എങ്ങനെയുണ്ട്? കാല് കുഴപ്പമില്ലേട്ടാ. റാംബോ എന്ത് പറയുന്നു? റാംബോ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞാൻ രാവിലെ അവന് പാലും മുട്ടയൊക്കെ കൊടുത്തു. ആ, നീ വല്ലതും കഴിച്ചോ? ഞാനും രാവിലെ കഴിച്ചേട്ടാ. ആ, ഓക്കെ. എടാ പിന്നെ അതെ. ഹലോ ഹലോ എടാ ബ്രേക്ക് ആവുന്നു, ഞാൻ പിന്നെ വിളിക്കാം. ആ ചേട്ടാ അപ്പോൾ ഹാപ്പി ജേണി. താത്തോട് മോളോടൊക്കെ അന്വേഷിച്ചായിട്ട് പറയും. ആ ഓക്കെ ഏട്ടാ. ഹലോ, ആ നിസാംക്ക, ഞാനാ പറഞ്ഞോടെ. എന്താടാ? ഇത്താത്തയും ഫാമിലിയും ഇന്ന് വെളുപ്പിന് ടൂർ പോയി. അപ്പോൾ ആ ഒരു വെച്ച ചാവി മാറിപ്പോയെന്ന് തോന്നണേ. ഞാനിപ്പോൾ ഈ ഫ്ലാറ്റിൽ പെട്ട അവസ്ഥയാണ്. ഒരുമാതിരി മറ്റേടത്ത് ഏർപ്പാടായി പോയി. നിനക്ക് ഹോസ്പിറ്റലിൽ ബില്ലടയ്ക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ടല്ലേ നീ എന്നെ വിളിച്ചത്? പിന്നെ ഞാൻ ആരോട് ചോദിച്ചിട്ടാ ഫ്ലാറ്റ് വലിഞ്ഞേറി ചെന്നത്? എടാ, നിന്റെ കാല് വയ്യുന്നല്ലേ നീ പറഞ്ഞത്? നിനക്കിപ്പോൾ പുറത്തിറങ്ങിയിട്ട് എന്താ അത്ര അത്യാവശ്യം? ജയിലിൽ കിടക്കുന്നതിനൊക്കെ ഭേദമല്ലേ? ആ വക്കീൽ കേസൊന്നും കൊടുത്തിട്ടില്ലെന്നാ കേട്ടത്. അപ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കണം. ഒന്ന് ഒരു മിനിറ്റ്. പിന്നെ എപ്പോഴും നീ എന്നെ ഇങ്ങോട്ട് വിളിക്കണമെന്നില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ? We are doing our best, sir. Even if we get him back to life, I very seriously doubt his memory. The head injury is so serious. അപകടനില തരണം ചെയ്തൊന്ന് എപ്പോൾ അറിയാൻ പറ്റും? We have to wait, sir. ഇതൊരു ന്യൂസ് ആവാതെ നോക്കണം. അറിയാലോ. That was my word, sir. You can trust me. ജയ, ചേച്ചി എന്തായി മാർട്ടിൻ? ഇല്ല, ഞാൻ ആ കോഴിക്കോടുള്ള വക്കീലിൻ്റെ അടുത്താ. അവന്മാർ തൃശ്ശൂർ തന്നെയുള്ള ടീമാ. ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. ഡീറ്റെയിൽസ് ഉടനെ കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വിളിക്കാം. ഇല്ലെങ്കിൽ ഞാൻ നേരിട്ട് വന്ന് കാണാം. ഓക്കെ, ശരി സാർ. ഇലക്ഷനൊക്കെ അല്ലേ? ഒരു മീറ്റിംഗിലായിരുന്നു. ആ, മനസ്സിലായി.
ആ നമ്പർ എടുത്ത് കൊടുത്താൽ എന്നാ ഞാൻ പോക്കോട്ടെ, ഓ ആയിക്കോട്ടെ. കുറച്ച് തിരക്കില്ല. ആ മാർട്ടിനെ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഏയ് പാർട്ടിക്കാരിയൊന്നുമല്ല. പോട്ടെ. ശരി ശരി. താങ്കൾ വിളിക്കുന്ന നമ്പർ പരിധിക്ക് പുറത്താണ്. സോറി, ആ ജിപ്സി പോയി. ഞാൻ വേറെ ഒന്ന് സെറ്റാക്കി തന്നപ്പോൾ സുദീപ് എവിടെയുണ്ട്? എനിക്കൊന്നും അറിയാൻ പാടില്ല സാറേ. ഞങ്ങൾ തമ്മിൽ അങ്ങനെ മിണ്ടാട്ടൊന്നുമില്ല. അവന് തോന്നുമ്പോൾ വരും, പോവും. ദേ, ഇതിനെ കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ ഇവക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇനിയെങ്കിലും നേരെയാവുന്നു. എവിടെ, രണ്ടും പിഴകളാ സാറേ. പണം കിട്ടിയാൽ എൻ്റെ തല വരെ കൊയ്യും. ലോൺ എടുത്ത് വീട് വെക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കരുതി എല്ലാം നേരെയായിരുന്നു. അതും എൻ്റെ തലയിലായി. ചില ജന്മങ്ങളുണ്ട് സാറേ, ഒരിക്കലും നന്നാവില്ല. നിക്കടാ അവിടെ. എടാ ഇങ്ങോട്ട് നോക്ക്. എടാ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 2 ദിവസം ഒരാളോടും ഉണ്ടായിരിക്കുന്നത്. എടാ, സംസാരിക്കുമ്പോൾ മുഖത്ത് നോക്കണ. എടോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് 2 ദിവസം ആരോടും ഉണ്ടായിരിക്കുന്നത്. ഹായ്. കഴിക്കടാ. അതെ, എല്ലാം നിർത്തിയെന്ന് എൻ്റെ തലത്തോട്ടല്ലേ സത്യം ചെയ്തത്? എൻ്റെ റോസി, നിനക്കറിയാലോ, കോയിക്കൽ സാറ് പറഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇതിപ്പോൾ ആളെ കൊല്ലാനൊന്നുമല്ലല്ലോ, 2 പിള്ളേരെ പിടിച്ചു കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. അല്ലേ അല്ലേ? അരവിന്ദൻ മരിച്ചിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ന്യൂസിലൊക്കെ കണ്ടേനെ. കോയിക്കലേതായാലും പോലീസിനോട് ഈ കാര്യമൊന്നും പറയില്ല. പകരം ഏതെങ്കിലും മച്ചാനെ വിടാനാണ് സാധ്യത. എടേ, നീ ആ കൊച്ചിനകത്തുണ്ടായി കിടത്ത്. ആൻഡോ, ആ പിള്ളേരെ കിട്ടിക്കഴിഞ്ഞാൽ മര്യാദയ്ക്ക് പണിക്ക് പോക്കോളാം. മനസ്സിലായല്ലോ? ഓക്കെ, ഡൺ. വേണ്ട, കരയണ്ട 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 കേട്ടോ. അമ്മയുടെ മോനല്ലേടി. കഴിഞ്ഞ 3 വർഷത്തെ നിങ്ങളുടെ പാർട്ടി നടത്തിയ വികസന അജണ്ടയെ പരാമർശിച്ച്
കോയിക്കൽ നടത്തിയ വിവാദ പ്രസ്താവനയെ പറ്റി എതിർ സ്ഥാനാർത്ഥി കൂടിയായ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കോയിക്കൽ ചന്ദ്രശേഖരൻ MP ആയിരുന്ന കാലത്ത് കാട്ടിക്കൂട്ടിയതിന് ജനങ്ങൾ കൊടുത്ത മറുപടിയായിരുന്നു കഴിഞ്ഞ ഇലക്ഷനിലെ റിസൾട്ട്. ഈ ബൈ ഇലക്ഷനിലും ഞങ്ങൾ വിജയം ആവർത്തിക്കും. ജനങ്ങളും മണ്ടന്മാരൊന്നല്ലല്ലോ. കഴിഞ്ഞ 3 കൊല്ലക്കാലം കൊണ്ട് ഇവിടെ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് അവർക്കറിയാം. അവരോടൊന്ന് ചോദിച്ചു നോക്കിയേ. എന്നെ വന്നിരുന്നോ? ഇല്ല, എന്ത് പറ്റി? ഒന്നുമില്ല. എനിക്ക് ആ സിദ്ദിഖിന്റെ നമ്പർ ഒന്ന് അയച്ചു തരുമോ? ഏത് സിദ്ദിഖ്? ഈച്ച സിദ്ദിഖ്. എന്താ കാര്യം? വീട്ടിലൊരാവശ്യത്തിനാ. അവരെത്തിയല്ലോ അല്ലേ? ഇല്ല, എത്തിയിട്ടില്ല. 2 ദിവസം കൂടെ പിടിക്കും. നോർത്ത് ഇന്ത്യക്കല്ലേ പോയിക്കണേ. ഓ, അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഇക്ക പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. പുറത്തിറങ്ങിയിട്ട് ഇപ്പൊ എന്ത് കാണിക്കാനാ? ഇപ്പൊ നടക്കാനൊന്നും പറ്റില്ലെന്നേ. ആദ്യമൊക്കെ ഭയങ്കര ബോറായിരുന്നു. ഇപ്പൊ ഏകദേശം സെറ്റായി. പിന്നെ ആകെയുള്ള സീൻസ്. അവരെത്തിയ ഉടനെ നീ അങ്ങ് ഇറങ്ങുമല്ലോ അല്ലേ? ആ, ഇറങ്ങും. ടീച്ചറുടെ നമ്പർ ഒന്ന്. ഓക്കെ. പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിൽ ഉമ്മാരുമായിട്ട് യാതൊരു ഡീലിങ്സിനും നമ്മൾ പോകാറില്ല. ഈ ചാൻ അറിയാമല്ലോ പാർട്ടി കാര്യങ്ങൾ. ജസ്റ്റ് യൂസ് ആൻഡ് ത്രോ. പരിപാടി കഴിഞ്ഞാൽ പിന്നെ ഉമ്മാർ എങ്ങോട്ട് പോകുന്നോ എവിടെ താമസിക്കുന്നതെന്നോ ഒന്നും അന്വേഷിക്കേണ്ട കാര്യം നമുക്കില്ല. അതിൻ്റെ കൂടെ ചേർത്താണല്ലോ ക്യാഷ് കൊടുക്കുന്നത്. അപ്പം നിസാമിന് സുധിയെ നേരിട്ട് പരിചയമൊന്നുമില്ല? ഇല്ല. മറഡോണനെയോ? പറഞ്ഞു വരുമ്പോൾ എൻ്റെ ഒരു അകന്ന ബന്ധുവാണ്, പക്ഷെ അടുപ്പമൊന്നുമില്ല. നിസാമിന്ന് എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടുമെന്ന് കരുതിയിട്ട് വന്നൊന്നുമല്ല. എന്തായാലും അവന്മാർ ഒളിവിലാണല്ലോ. ഇനി ഒളിവിൽ തന്നെ ആയിരിക്കും. നിസാമേ, ആ മാർട്ടിനായിട്ട് എന്താ ഇടപാട്? അതാ വക്കീലിൻ്റെ കേസിലെ പയ്യന്മാരെ പറ്റി അറിയാനാ. വെറുതെ പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കി വെക്കരുത്. ഇല്ല ചേട്ടാ, ഞാൻ അങ്ങനെ തന്നെ ഡീൽ ചെയ്തേക്കുന്നത്. അവന്മാർ വേറെ എന്തൊക്കെയോ തരികൂടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. നീ സേവ് ചെയ്യാനൊന്നും പോണ്ട, ഒന്ന് വിട്ടുപിടിച്ചോ. അതത്രേ ഉള്ളൂ. പിന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ സാറിൻ്റെ അടുത്ത് നിൻ്റെ കാര്യം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സാർ ഹാപ്പിയാണ്. ഈ പ്രശ്നം ഇവിടെ വെച്ച് നിർത്തിയാൽ നിനക്ക് കൊള്ളാം. മനസ്സിലായല്ലോ? മുത്തേ അറിയില്ലെന്ന് മാത്രം പറയല്ലേ, എന്റെ തല പൊട്ടുവാ. നീ കാര്യം പറഞ്ഞേ. പായിപ്പാട്ടയോടി വെള്ളമായൊരിൻ മോഹക്കായൽ മോടി വെള്ളമാണു നീ, മാപ്പു നീ തരൂ തരൂ. ഇതിന്റെ ഫസ്റ്റ് ലൈൻ എന്തോ അടി? എന്റെ നാവിന്റെ തുമ്പത്തുണ്ട്. നീ ഒന്ന് മൂളിയാലും മതി. എടി, നീ ഒന്ന് വെച്ചിട്ട് പോയേ. ഡ്യൂട്ടിക്കിടയിൽ അവളുടെ ഒരു മാപ്പും കോപ്പും. ഓ ഡ്യൂട്ടി അല്ലെങ്കിൽ നീ ഇപ്പൊ പറഞ്ഞ തന്നെ വെച്ചിട്ട് പോടി. ശേ, ഒളിക്കുന്നുവോ മിഴിക്കുമ്പിളിൽ 1000 തളിർത്തുമ്പികൾ. ഹലോ, ഇതാരാ? മലയാളിയെന്ന് മനസ്സിലായി. ഹലോ, ആണാണെന്ന് എനിക്കറിയാം. ഇനിയാണല്ലേ? ഹലോ, പോയോ? ഇക്കാലത്ത് അതും ബാംഗ്ലൂരിൽ ഇതൊരു ക്ലൂ അല്ല. ഇതെന്താ, ഊമയാണോ? അശ്ശോ, സമയായി, ഞാൻ പോവാണേ. എന്നാ ഓക്കെ, ബൈ. வெயிட் உங்கள்கிட்ட யார் போக வேணான்னு சொன்னா? சொல்லிட்டு போன்னு தானே சொன்னேன். ஒரு மெசேஜ் அனுப்புறதுக்கு எவ்வளோ நேரம் தான் ஆகுது? சரி, சீக்கிரமா வா. Cigarette இருக்கா? I hate smoking. Oh, who are you?
நான் நாதியாவோட கசின் பிரதர். நான் தமிழ் பேசுகிறேன்னு உங்களுக்கு எப்படி தெரியும்? ரொம்ப மெதுவாக தான் நான் பேசுகிறேன். அம்மா நிறைய சீரியல் பார்ப்பாங்கல்ல, எனக்கு தமிழ் படம் தான் ரொம்ப பிடிக்கும். நான் தலைவர் ஃபேன். ஓ நானும் தான். பை த வே ஐம் நரேஷ். மரடோனா. ஆமாம், எங்கே தியாலாம் காணோம் 2-3 டேஸா? அவங்க டூர் போயிருக்காங்க. 2 டேஸில் வந்துடும். நீங்கள் போலியா? இல்லை, ஒரு சின்ன ஆக்சிடெண்ட். என்னாச்சு? ஒரு ஆக்சிடெண்ட், அவ்வளோதான். லவரா? ஆமாம். ஓகே, என்ஜாய். குட் நைட். ஓகே, குட் நைட். பிடிச்சோ.